പ്രോട്ടിയൻ ഇ ഗവൺമെൻറ്റ്സ് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏകദേശം 1160 കോടി രൂപ മൂല്യമുള്ള ഒരു കരാർ തന്നെ നേടാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. UIDAI അതായത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ ഒരു കരാർ നിലവിൽ പ്രോട്ടിയൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതായത് ജില്ലാ തലങ്ങളിലും മറ്റൊക്കെ ആധാർ സേവാ കേന്ദ്രങ്ങളിലെയും മറ്റൊക്കെ ഒരു നടത്തിപ്പിന് ഉള്ള ഒരു കരാറാണ് നിലവിൽ ഇപ്പോൾ പ്രോട്ടിയനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഈ ഒരു വാർത്തയെ തുടർന്നിട്ട് നിലവിൽ ഇപ്പോൾ പ്രോട്ടിയൻ ഓഹരികളുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിങ്ങും അതിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പേർട്സും മറ്റൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ടെക്നിക്കൽ ഓവർവ്യൂ ഒന്ന് പങ്കുവെക്കാമോ? ഏതായാലും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പ്രോട്ടിയനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു വാർത്തയെ തുടർന്നൊക്കെ തന്നെ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നൊരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 10% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് മികച്ചൊരു കുതിപ്പാണ് ഇന്ന് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ലിസ്റ്റിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് വന്നതെന്ന് പറയുന്നത് ഫെബ്രുവരി 2025 ലിസ്റ്റിംഗ് വന്നത്. അതായത് ഈ ഒരു വർഷം IPO ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണിത്. പക്ഷേ അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തുടക്കം തൊട്ട് തന്നെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എല്ലാ മാസമൊക്കെ തന്നെ ഒരു കാര്യമായൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസമാണ് നമുക്ക് നേരിയ തോതിലെങ്കിലും ഒരു ബോട്ടം കണ്ട രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 16% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും എക്സ്പേർട്ട് ഒപ്പീനിയൻ പ്രകാരമുള്ള ചില ടെക്നിക്കൽ ലെവൽസ് കൂടി ഞാൻ പറയാം. നമുക്കൊരു ആദ്യം ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് പറയാവുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 752 നമുക്ക് ആദ്യം സപ്പോർട്ടായിട്ട് പരിഗണിക്കാം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 710 എന്നുള്ളൊരു പ്രൈസാണ് നിലവിലൊരു 715 എന്നുള്ളൊരു പ്രൈസാണ് നിലവിലൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെസിസ്റ്റൻസിലോട്ട് പോകുമ്പോൾ നമുക്കുള്ളത് 1005 എന്നുള്ളൊരു പ്രൈസാണ് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ആയുള്ളത്. പിന്നീട് നമുക്ക് നോക്കുമ്പോൾ 1100 എന്നുള്ളൊരു പ്രൈസ് റെസിസ്റ്റൻസ് ഉണ്ട്. അവസാനമായൊരു തേർഡ് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ നിലവിൽ കാണുന്നത് 1200 എന്നുള്ളൊരു പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ചെറിയ രീതിയിൽ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു ബോട്ടം കണ്ട പോലെ രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്കത് പരിഗണിക്കാമെന്നാണ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനായിട്ട് നമുക്ക് നിലവിൽ പറയാനുള്ളത്.